ശാലിനി, ഇപ്പോൾ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയിരിക്കുന്നു. ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ ശാസ്തമംഗലം വാർഡിലേക്ക്, ആ ബൂത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. ഏഴ് മണിക്കാണ് വോട്ടിടാൻ സാധിക്കുക. എന്തായാലും അദ്ദേഹം 6:35 തന്നെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു. ശാലിനി, എന്തൊക്കെയാണ് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ? അവിടെ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയാണോ? സുരേഷ് ഗോപിക്കൊപ്പം മറ്റാരൊക്കെയാണുള്ളത്? അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണോ ശാലിനി? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ബൂത്ത് നമ്പർ 3-ൽ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്. 6:35 തന്നെ ഇവിടെ എത്തി വരി നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ പത്നി രാധിക, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാവുണ്ട്, സഹോദരനും കൂടെയുണ്ട്. പക്ഷേ സഹോദരൻ നിലവിൽ ക്യൂവിൽ ഇല്ല. അദ്ദേഹത്തിന് ഇവിടെയാണോ വോട്ട് എന്നുള്ളത് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 മണിയോടുകൂടി ഇവിടെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന വിവരങ്ങൾ. പക്ഷേ മുൻ വർഷങ്ങളിൽ ഉള്ളതിന് സമാനമായി തന്നെ അദ്ദേഹം നേരത്തെ തന്നെ എത്തി അദ്ദേഹത്തിൻ്റെ സമ്മതിദാന അവകാശം നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീലേഖ അടക്കമുള്ളവർക്ക് പ്രചരണത്തിന് വേണ്ടി സുരേഷ് ഗോപി എത്തിയിരുന്നു. അതായത് കേരളത്തിൽ തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിച്ചു എന്നുള്ള ഖ്യാതി കൂടി പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളത്തിലെ വികസനം എന്താകണം, അല്ലെങ്കിൽ തലസ്ഥാനത്തെ വികസനം എന്താകണം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഒന്നുകൂടി ഫസ്റ്റ് വോട്ടർ ആയിരിക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പാർലമെന്റിൽ പോകണം. അതിന് സമയമുണ്ട്. 9 മണിക്ക് എത്തിയാൽ മതി. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടിടാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പക്ഷെ കന്നി വോട്ടർ അല്ലാന്ന് തോന്നുന്നല്ലേ, ക്യൂവില് രണ്ടുപേരും മുമ്പിലുണ്ട്. ആദ്യ വോട്ടല്ല. ഞങ്ങളുടെ വീട്ടില് പ്രഥമ സ്ഥാനീയയാണ്, അമ്മായിയമ്മയാണ്. ലോക്കൽ ബോഡിയിലെ വോട്ട് ഇവിടെ തന്നെ നിലനിർത്തിയായിരുന്നു അല്ലേ? മറ്റു തൃശ്ശൂരേക്ക് മാറ്റാതെ ഇവിടെ തന്നെ? അല്ല, അതങ്ങനെയാണല്ലോ. സംവിധാനം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. എല്ലാം ഒന്നാവട്ടെ. അതിനുവേണ്ടിയും കൂടെ ഒക്കെ അല്ലേ ഇന്ന് ചർച്ച നടക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം BJP വലിയ പ്രതീക്ഷ കാണുന്ന പ്രതീക്ഷയല്ല, ഇത്തവണ കിട്ടും. എടുക്കും. തൃശ്ശൂർ എടുത്തതുപോലെ എടുക്കാണോ? ബൂത്തായതുകൊണ്ട് അധികം ശ്രീ വളരെ ശുഭാപ്തി വിശ്വാസം സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ എടുക്കുമോ എന്നുള്ള ചോദ്യം, തൃശ്ശൂർ എടുത്തതുപോലെ തലസ്ഥാനവും എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു കൈവച്ചൊരു പ്രത്യേക ആക്ഷൻ കാണിക്കുകയാണ്. അതായത് എടുക്കും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷനോടെയാണ് ആ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ വരിയിൽ നിൽക്കുന്നത് മുഴുവനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. ആദ്യ വരിയിൽ നിൽക്കുന്നത് അത് ഒന്ന്
സുരേഷ് ഗോപിയുടെ ഭാര്യ മാതാവ്, തൊട്ടു പിന്നിലായി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക, അതിന് തൊട്ടു പിന്നിലായി സുരേഷ് ഗോപിയുടെ സഹോദരൻ. അതായത് പാർലമെന്റ് ഇലക്ഷനൊക്കെ നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് ഇവിടുന്ന് മാറിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് അതിവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വോട്ടിങ്ങിനും ഒപ്പം തന്നെ പ്രചരണത്തിനുമൊക്കെ മുൻപന്തിയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിൻ റൈറ്റൊക്കെ സുരേഷ് ഗോപി നിന്നിരുന്നു. സുരേഷ് ഗോപി മാറിയിരുന്നു. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, തലസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലൊക്കെ പ്രചരണത്തിന് സുരേഷ് ഗോപി നേതൃത്വം നൽകി. BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവരുടെ റോഡ് ഷോകളിൽ, അവരുടെ പ്രചരണ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം നിരന്തരമായി എത്തി. വീടുകൾ കയറിയിറങ്ങിയുള്ള ഗൃഹസമ്പർക്ക അടക്കമുള്ള കാര്യങ്ങൾക്ക് സുരേഷ് ഗോപി നേതൃത്വം നൽകുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കലാശക്കൊട്ടിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തലസ്ഥാനത്ത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി സംഘമൊക്കെ നടത്തിയത്. അന്ന് ആ ശ്രീലേഖയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ, ഒപ്പം തന്നെ കവടിയാറിലെ സ്ഥാനാർത്ഥി മധുസൂദനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനൊക്കെ സുരേഷ് ഗോപി എത്തിയിരുന്നു. അതായത് വിജയത്തിൽ കുറഞ്ഞൊന്നും BJP തലസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നില്ല. 60-65 സീറ്റൊക്കെ ലഭ്യമായി BJP തന്നെയായിരിക്കും ഇത്തവണ തലസ്ഥാനം ഭരിക്കുക എന്നുള്ള ശുഭാപ്തി വിശ്വാസം അന്നേ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തലസ്ഥാനം ഇത്രയും നാൾ ഇടത് വലത് മുന്നണികൾക്ക് നിങ്ങൾ നൽകിയല്ലോ, ഒരു തവണ BJPക്ക് നൽകൂ, എങ്ങനെയാണ് വികസനം ഭരണം എന്നുള്ളത് BJP കാട്ടിത്തരും എന്നുള്ളതായിരുന്നു അദ്ദേഹം അന്ന് പറയുകയും ചെയ്തിരുന്നത്. അത് ജനങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ സാധിക്കും. എന്തായാലും വോട്ട് സമയത്തിന് ആരംഭിക്കും. മോക്ക് പോളിംഗ് ഒക്കെ ഇവിടെ 6 ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 6 ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റ് വർക്കുകളെല്ലാം പൂർത്തിയാക്കി 7 മണിയോടുകൂടി തന്നെ, 6:41 ആയിരിക്കുകയാണ്, 7 മണിയോടുകൂടി തന്നെ സുരേഷ് ഗോപിയുടെ മാതാവ്, അതായത് ഭാര്യ മാതാവാണ് ബൂത്ത് നമ്പർ 3 ആദ്യ വോട്ട് രേഖപ്പെടുത്തുക. അശ്വതി.